അതിനകത്ത് ഇഷ്ടമില്ലാത്ത മൂന്നെണ്ണാണ് വെട്ടിക്കളഞ്ഞു. ആ ഓക്കെ. ഇനി ബാക്കി വരുന്നതിൽ ഇഷ്ടമുള്ളത് എടുത്ത് എഴുതും. ഓക്കെ, അതിനകത്ത് ഇഷ്ടമില്ലാത്ത വെട്ടിക്കളഞ്ഞു. ബാക്കി വരുന്ന ഏറ്റവും ഇഷ്ടമുള്ള എടുത്ത് എഴുതും. നീ എന്നെ എഴുതിയല്ലേ, ഞാൻ എഴുതിയല്ലോ, നിന്റെ ചോയ്സ് അല്ലേ, ഉറപ്പല്ലേ? ഇപ്പോഴും മുതൽ നിങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. 65-ാമത്തെ വയസ്സിൽ ഒന്നും പറ്റില്ല എന്ന് തോന്നിയ സമയത്താണ് KFC തുടങ്ങിയത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയുടെ ബ്രാൻഡായിട്ട് മാറുന്നത്. ഒന്നും പറ്റില്ല എന്ന് ആളുകൾ കരുതുന്ന പ്രായത്തിലാണ് പുള്ളി തുടങ്ങിയത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളോട് ആളുകൾ പറയുക ഇതേ ഡയലോഗുകളൊക്കെയാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ പ്രസംഗിക്കാൻ വരുമ്പോഴും നിങ്ങളുടെ ഉള്ളത് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾക്ക് പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത് തന്നെയാണ്. പക്ഷെ ആ കുട്ടി അച്ഛനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലുള്ള മുഴുവൻ നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികളെയൊന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, പക്ഷെ എന്റെ കയ്യിൽ ഞാൻ കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു മീനാണെങ്കിൽ ആ ഒരു മീന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന്. എല്ലാവരെയും ഒന്നും രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരാളുണ്ട്. അതാരാ? നമ്മൾ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ. നിങ്ങൾ പ്രസംഗിക്കാൻ പഠിക്കണമെന്ന്, ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പഠിക്കണമെന്ന് തീരുമാനിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ. അതാരാണ്? നിങ്ങളാണ്. നിങ്ങളുടെ ചുറ്റിലും പ്രശ്നങ്ങളുണ്ട്, ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുണ്ട്, ആകെ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. സ്വന്തം മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അവിടെ നിന്ന് പഠിക്കാൻ നോക്കുക. ആ വെളിച്ചത്ത് പഠിക്കാൻ നോക്കുക. ആ വെളിച്ചത്ത് പഠിച്ച് വലുതാവാൻ നോക്കുക. അങ്ങനെ ഓരോരുത്തരും പഠിക്കുമ്പോഴാണ് ഒരു നാട് നന്നാവുന്നത്. അല്ലാതെ പുറത്ത് ഇരുട്ടാണെന്ന് പറഞ്ഞിരുന്നിട്ട് പഠിക്കാതിരിക്കുകയല്ല വേണ്ടത്. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ദേഷ്യവും ചേർത്ത് നിങ്ങൾ ആ കടലാസ് ചുരുട്ടി പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട് അവരെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി, നിങ്ങൾ കണ്ണു തുറന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി അത്ര പറയേണ്ട, നന്നായി ചുരുട്ടിയ എല്ലാ ദേഷ്യവും അതിനകത്തേക്ക് നന്നായിട്ട് പേപ്പർ ചുരുട്ടിയ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കരുതി നമ്മൾ അത്ര വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, സോറിയാണ്, ഞാൻ എന്തിനാണ്, നമുക്കൊരു വെറുതെ നന്നാവാന്നൊക്കെ വിചാരിച്ച് അവരോട് പോയി സോറി പറയുകയാണ്. സോറി പറയുമ്പോൾ നിങ്ങൾ ആ പേപ്പർ ഒന്ന് നിർത്തേ പഴയതുപോലെ, നന്നായിട്ടൊന്ന് അയൺ ചെയ്തേ, കൈകൊണ്ട് നന്നായിട്ടൊന്ന് നിർത്തി വെച്ച് നിങ്ങൾ ആ പേപ്പർ ഒന്ന് നേരെ പിടിച്ച്, പേപ്പറിലേക്ക് ഒന്ന് നോക്കിയേ. ആ ചുളിവുകൾ അതിനകത്ത് മാനിച്ചിട്ടുണ്ടോ? നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് മുറിവുകൾ ഉണ്ടാക്കി സോറി പറഞ്ഞാൽ ആ മുറിവുകൾ മാറാമെന്ന് പറയുന്ന ചിന്തയേക്കാൾ കൂടുതൽ നല്ലത് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പലരും ലഹരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൊബൈൽ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞതിനേക്കാൾ എല്ലാം വലിയ ലഹരി എന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭ്രാന്ത് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലഹരിയുടെ അഡിക്റ്റഡ് ആണ് എന്നുള്ളത്.